പ്രശാന്തേട്ട, ഇപ്പോൾ ഇന്ത്യ ഉറ്റുനോക്കുന്നത് BJP-യുടെ ദേശീയ പ്രസിഡന്റ് ആരായിരിക്കുമെന്നാണ്. പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. വനിതയുടെ പേര് പറയുന്നു, പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരുടെ പേര് പറയുന്നു. പക്ഷേ ഇനി പുതിയ പ്രസിഡന്റ് വരുമ്പോൾ വലിയ പ്രതിസന്ധിയും വെല്ലുവിളികളും അദ്ദേഹം നേരിടുമല്ലോ. പ്രത്യേകിച്ച് കേവല ഭൂരിപക്ഷം ഇല്ലാത്തൊരു സർക്കാരാണ് നിലവിൽ കേന്ദ്രം ഭരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഉള്ള പ്രസിഡന്റുമാർക്ക് ആ പ്രതിസന്ധി ഇല്ലായിരുന്നു അവിടെ. കാരണം BJP-ക്ക് തന്നെ കേവല ഭൂരിപക്ഷമുണ്ട്, ഒറ്റയ്ക്ക് ഭരിക്കാൻ ആരെയും ഭയപ്പെടേണ്ട. ഇപ്പോൾ ഘടകകക്ഷികളുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നത്. അപ്പോൾ BJP ആരെയായിരിക്കും പുതിയ പ്രസിഡന്റായി നിയോഗിക്കുക? ഏറ്റവും യോഗ്യമായിട്ടുള്ള ആളിനെ നിയോഗിക്കും. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് BJP ആഗ്രഹിക്കുന്ന ആൾക്കാർ, BJP-യുടെ ഇപ്പോഴത്തെ നേതാക്കന്മാർ നിങ്ങൾക്കറിയാവുന്ന നമ്മൾക്കറിയാവുന്ന അമിത്ഷാ ആയാലും നരേന്ദ്രമോദി ആയാലും അല്ലെങ്കിൽ BJP-യുടെ കേന്ദ്ര നേതാക്കന്മാർ ഈ എല്ലാം RSSൽ നിന്ന് വന്ന പ്രൊഡക്റ്റ്. അതിനകത്ത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമ്മളിപ്പം ആസാം മുഖ്യമന്ത്രിയൊക്കെ ഉള്ളൂ കോൺഗ്രസിനകത്തുനിന്ന് വന്നത്. അപ്പോൾ RSSൻ്റെ പ്രൊഡക്റ്റ് തന്നെ അവർ. അപ്പം RSSൻ്റെ നീക്കങ്ങൾ ഒന്നും അവസാന നിമിഷം വരെ അതിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് പോലും അറിയുള്ളതല്ല. മാത്രമല്ല അവരറിയാൻ ശ്രമിക്കുന്നുമില്ല. അവർക്ക് ആരായാലും പ്രശ്നമില്ല, അവരുടെ ജോലിയാണ് വലുത്, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ് വലുത്. ഇപ്പോൾ ഇന്നാൾ വന്നാലേ ആ ജോലി ചെയ്യൂ എന്നുള്ളതൊന്നും RSSനകത്തില്ല. ഒരുപക്ഷെ BJP-ക്കകത്തൊക്കെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നതിനകത്ത് കുറച്ചെങ്കിലും അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ കാണും. RSSനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ത്യജിച്ച് ഒന്നും ആഗ്രഹിക്കാതെ ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ അതിനകത്ത് നിന്നാൽ മതിയെന്ന് അവർ ഇവിടെ മുദ്രാവാക്യം അതാണ് അവരുടെ അടിസ്ഥാന മുദ്രാവാക്യം. അങ്ങനെയാണ് അതിൻ്റെ പോക്കും. ഇതിനകത്ത് ചില വൈരുദ്ധ്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർക്കൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമായിരിക്കും. അത് ഒരു പക്ഷേ RSSൽ നിന്ന് മാറി ചില ചാർജുകളുമായിട്ടൊക്കെ വെളിയിൽ വന്ന ആൾക്കാരിലായിരിക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ. ഇപ്പം തന്നെ 100ാം വാർഷികം 2025 ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾക്ക് അറിയുന്നതും അല്ലെങ്കിൽ നാളെ വരാൻ സാധ്യമായിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ, അപ്പം 100ാം വാർഷികം ആഘോഷിക്കാൻ പോകുമ്പോൾ നാഗ്പൂർ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ ആണല്ലോ നാഗ്പൂർ. അപ്പം ആ സംസ്ഥാനത്ത്, നാഗ്പൂർ സംസ്ഥാനത്ത് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്ന BJP വളരെ ശക്തമായിട്ട് അവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഇനിയും അവിടുത്തെ അടുത്ത ബോംബെ BMC മുനിസിപ്പൽ കോർപ്പറേഷൻ അവിടുത്തെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനിലെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇപ്പം നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വരുമാനമുള്ള കോർപ്പറേഷൻ. അതും ഇത്രയും കാലം കൊണ്ട് ഈ ശിവസേനയുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ശിവസേന എന്ന് പറഞ്ഞാൽ ഏത് ശിവസേന? ഉദ്ധവ് താക്കറെയുടെ കയ്യിൽ, വേറെ ആരുടെയും കയ്യിൽ. കഴിഞ്ഞ പ്രാവശ്യം അത് പിടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ ഏതാണ്ട് 10-നകത്ത് സീറ്റ്, 10 തന്നെ ഇല്ലെന്ന് തോന്നുന്നു, സീറ്റ് നിന്ന് BJP-യുടെ കയ്യിൽ നിന്ന് പോയി. ഈ പ്രാവശ്യം ഞാനീ പറയാൻ കാര്യം, ഇതിൻ്റെ കൂടെ കൂട്ടിയ ഈ പ്രാവശ്യം RSS പറഞ്ഞിരിക്കുന്നത് ഘടകകക്ഷികളെ പോലും കൂട്ടണ്ട, ഒറ്റയ്ക്ക് മത്സരിച്ചോളാനാണ് പറയുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കുക. നിങ്ങളുടെ ബലം അല്ലെങ്കിൽ BJP-യുടെ ബലം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് പോലും മനസ്സിലാവണം. ഒറ്റയ്ക്ക് മത്സരിക്കാനതിന് വേണ്ടി ബലം തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അറിവനുസരിച്ചാണെങ്കിൽ ഈ പല ആൾക്കാരുടെ പേര്, ഒന്ന് ഈ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ചൗഹാൻ മുഖ്യമന്ത്രിയായിട്ട് നിന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ BJP-ക്ക് താല്പര്യമുള്ളൊരു നേതാവ്. ഇപ്പം കേന്ദ്രമന്ത്രിസഭയ്ക്കകത്ത് ഏറ്റവും ഈ 2ാം സ്ഥാനം ഒരുപക്ഷെ അമിത്ഷായോടൊപ്പം പരിഗണിക്കുന്ന ഒരു വലിയ നേതാവും അല്ല കഴിവുള്ള നേതാവും ഒക്കെ അങ്ങേരുള്ള അദ്ദേഹത്തിൻ്റെ അന്ന് നരേന്ദ്രമോദിയോടൊപ്പം തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം പരിഗണനയുള്ള ഒരു നേതാവ് തന്നെയാണ്. കാരണം അത്രയ്ക്ക് ക്ലീൻ ഇമേജ് ഉള്ള ആളാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തൊന്നും ഒഴിവാകേണ്ട ഒരു സമയം വന്നപ്പം വീട്ടിലോട്ട് പോയപ്പോഴേ ചെരുപ്പ് ഉടുപ്പ് കൊണ്ടുപോയേ ഉള്ളൂ. കാർ പോലും അവിടെ ഉപേക്ഷിച്ചിട്ടാണല്ലോ പോകേണ്ടത്. വീട്ടിൽ പോകേണ്ടത് ഒരു ഓട്ടോയിൽ പോകാൻ ഉള്ള അത്രയ്ക്കുള്ള ആസ്തിയുള്ളൂ. അദ്ദേഹം ഒരു രീതിയിൽ അഴിമതിയുള്ള ആളൊന്നുമല്ല, അതുപോലെ ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടമുള്ള. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് പറയും. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റി കൊടുക്കുന്നതിന് വേണ്ടി ഒരു ആലോചന വരുമ്പോൾ മോദി അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. മോദിക്ക് അത്രയും അത്രയും നല്ലൊരു മന്ത്രിയെ ക്യാബിനറ്റ് റാങ്കിൽ പിന്നെ ഏൽപ്പിക്കുന്നു പറഞ്ഞാൽ റിസ്ക്കാണ്. മോദിയുടെ മന്ത്രിസഭയെ പറ്റി അറിയാമല്ലോ. മന്ത്രിസഭ എന്ന ഓരോ ആൾക്കാരും അതിനകത്ത് ഏറ്റവും പ്രാഗൽഭ്യമുള്ള ആൾക്കാരെയാണ്. ചുമ്മാ ആരെങ്കിലും പിടിച്ച് ഓരോ വകുപ്പ് പോലും കൊടുക്കുന്നതിനകത്തും അല്ലെ മന്ത്രിയത്തെ ഇപ്പം തന്നെ ജയശങ്കർ എന്തോ രാഷ്ട്രീയം ഇരുന്നിട്ട് അദ്ദേഹത്തെ വിദേശകാര്യമന്ത്രിയാക്കുന്നത്. കാരണം സുഷമ സ്വരാജിൻ്റെ സമയത്ത് അതിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുകയും പിന്നെ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് സുഷമ സ്വരാജിന് ശേഷം അവരുടെ അതേപോലെ പോകുന്നതിന് വേണ്ടി സാധിച്ചില്ലേ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എത്രത്തോളം വലുതാ പുള്ളി. അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്യേണ്ട ജോലി എല്ലാം കൂടെ ആര് ചെയ്യണം? മോദി ചെയ്യേണ്ടതായിട്ട് വരത്തില്ലേ. അപ്പം ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് മഹാരാഷ്ട്രയിൽ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന 100ാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി
ആഘോഷം ഏറ്റവും ഉച്ചസ്ഥയിലെത്തിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് തന്നെയാണല്ലോ വേണ്ടത്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഗവൺമെൻറ് BJPയുടെ കയ്യിലെങ്കിൽ BJPയുടെ ആഘോഷം ഇവിടെ നടക്കും, എന്നാലും അതിനൊരു സുഖക്കുറവ് വരും. അല്ലെങ്കിൽ ഇപ്പോൾ അത് ഏറ്റവും ഭൂരിപക്ഷമുള്ളൊരു ആർക്കും തകർക്കാൻ പറ്റാത്ത ഘടകകക്ഷികൾ വിചാരിച്ചാൽ പോലും, കൂടെ നിൽക്കുന്നവർ വിചാരിച്ചാൽ പോലും അതിൻ്റെ എണ്ണം നോക്കിയാൽ മനസ്സിലായി ആ ഗവൺമെൻറ് തകർക്കാൻ പറ്റത്തില്ല. ഈ തീരുമാനം എടുത്ത് മുന്നോട്ട് പോയതാരാ? ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷത്തിന് അത്രയും വലിപ്പത്തിൽ മത്സരിക്കേണ്ട ബുദ്ധി നോക്കിയാണ് RSൻ്റെ. അന്നേരം ഇതിനകത്ത് ബാക്കിയുള്ളവർ പണിയത്തില്ല. കേവല ഭൂരിപക്ഷത്തിനകത്ത് ശകലം കുറവുന്ന സീറ്റുകൾ മത്സരിച്ചാൽ മതി. അന്നേരം ബാക്കിയുള്ളവരും അവർക്ക് മുഖ്യമന്ത്രി ആവാൻ താല്പര്യത്തോടു ഒന്നിച്ച് പ്രവർത്തിച്ച് വരും. പക്ഷേ ഇപ്പോൾ വന്നേക്ക് 135, ബാക്കി 2 പേരുടെ അപ്പുറത്ത് പോയാലും അപ്പുറത്ത് ഭൂരിപക്ഷമില്ല. ഇവിടെ ഒരാൾ പിണങ്ങാനും ഒക്കത്തില്ല, അപ്പുറത്തുനിന്ന് ആൾ വരാൻ നിൽക്കുമോ? അതിനുവേണ്ടി വേണ്ട 135 എത്ര വേണം ഭൂരിപക്ഷത്തിന്? എന്ന് വെച്ചാൽ ഒരിക്കലും തകർക്കാൻ പറ്റും. ഈ മഹാരാഷ്ട്ര മന്ത്രിസഭയുടെ അതേ നിലവാരത്തിലാണ് കേന്ദ്രമന്ത്രിസഭ നിൽക്കുന്നത്. ഒരു പറയുന്നവർക്ക് ഇവർക്ക് ഒരു മന്ത്രിസഭ മറിച്ചാൽ പുതിയൊരു മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിന് കഴിയണ്ടേ? അതിന് കഴിയത്തില്ലല്ലോ. ഇവിടെ മഹാരാഷ്ട്രയിലെ ഇന്ത്യ മുന്നണിക്കും കഴിയത്തില്ല, കേന്ദ്രത്തിലെ ഇന്ത്യ മുന്നണിക്ക് കഴിയത്തില്ല. എന്നെ കണക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. വെളിയിൽ നിന്നങ്ങ് വലിയ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തീർത്ത് കളയും, നടക്കത്തില്ല. ഒരുപക്ഷേ കഴിഞ്ഞ 10 കൊല്ലത്തെക്കാട്ടി സുരക്ഷിതമായിട്ടിരിക്കുന്ന മന്ത്രിസഭ ഇതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും മന്ത്രിസഭ മറിച്ചിടാൻ പാരാ. മന്ത്രിസഭ മറിച്ചിട്ടാൽ ഇലക്ഷനെ ഫേസ് ചെയ്യേണ്ടി വരും. അതിനിപ്പം അടുത്തിപ്പോൾ ഇലക്ഷനെ ഫേസ് ചെയ്യാൻ ബലത്തിൽ നിൽക്കുന്ന പാർട്ടി വീണ്ടും BJPയാണ്. ഇപ്പം മന്ത്രിസഭ മറിച്ചിട്ട് ഇലക്ഷനെ ഫേസ് ചെയ്തോ BJP കേവല ഭൂരിപക്ഷത്തിന് മേളിൽ അധികാരത്തിൽ വരും. അപ്പം ഇപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങുന്ന ഇന്ത്യയിലുടനീളമുള്ള, ലോകത്തുടനീളമുള്ള 67 രാജ്യങ്ങളിലുള്ള ഈ RSS എന്ന് പറയുന്ന വലിയ സംഘടന, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൻ്റെ 100ാം വാർഷികം, 100ാം ജന്മദിനം ആഘോഷിക്കുന്നതിന് മഹാരാഷ്ട്രയിൽ ഒരു ഗവൺമെൻറ്റിനെ വരെ സജ്ജമാക്കുമ്പോൾ, അതുപോലെ തന്നെ പുതിയൊരു പ്രസിഡൻറ്റിനെയും ആ സംസ്ഥാനത്ത് നിന്ന് തന്നെ കൊണ്ടുവരാനാണ് BJP അല്ലെങ്കിൽ RSS ആഗ്രഹിക്കുന്നത്. അത് പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഏറ്റവും അവസാനം അത് തന്നെ സംഭവിക്കാനാണ് സാധ്യത. അദ്ദേഹം വിനോദ് താവ്ഡെ അല്ലേ, താവ്ഡെ അദ്ദേഹം നേരത്തെ ഫഡ്നാവിസിൻ്റെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മന്ത്രിയായിരുന്നു. BJPക്ക് RSSന് വളരെ താല്പര്യമുള്ളതാണ്. ഫഡ്നാവിസിനോട് ഇടയ്ക്ക് താല്പര്യം കുറഞ്ഞു വന്നപ്പോഴും RSS മഹാരാഷ്ട്രയിലെ പല കാര്യങ്ങളും ഫഡ്നാവിസിനോടിടയ്ക്ക് ഈ ശിവസേനയുമായിട്ട് ഉള്ള ഇടപെടിയിൽ അവരുടെ മത്സരത്തിൽ RSSന് അതൃപ്തി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഈ ഏറ്റവും അവസാനം RSSുമായിട്ട് ഈ ഇലക്ഷന് മുമ്പ് പലവട്ടം ചർച്ച നടത്തി RSSൻ്റെ കൃത്യമായ ഡയറക്ഷനിലാണ് ഇപ്പോൾ ഫഡ്നാവിസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നും RSS ഈ വിനോദിനെയാണ് വളരെ കൂടുതലായിട്ട് പരിഗണിച്ചിരുന്നു. അല്ലെങ്കിൽ RSSന് വല്ല താല്പര്യമുള്ള ഈ പറയുന്ന വലിയ പ്രായമൊന്നുമില്ലാത്തൊരു നേതാവ്, എനിക്ക് തോന്നുന്നു 60നോട് അടുക്കുന്നേ ഉള്ളൂ, വളരെ സാധ്യത അദ്ദേഹത്തിനാണെന്നാണ് കേൾക്കുന്നത്. യാതൊരു കാരണവശാലും ഫഡ്നാവിസൊന്നും വരത്തില്ല. മാത്രമല്ല കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹത്തിനെക്കാട്ടി സാധ്യത ഇത്തതിനകത്ത് മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെയായിരിക്കും ഈ RSSൻ്റെ ആഘോഷങ്ങൾ കാക്കം കൂട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ RSSൻ്റെ പുതിയ ദേശീയ പ്രസിഡൻ്റായിട്ടുള്ള ആൾ വരുന്നതെന്നാണ് ഇതുവരെ നമുക്കുള്ള ഇതനുസരിച്ച് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. RSSനെ ഇപ്പം ഈ പല ആൾക്കാരും സ്ത്രീകളും അല്ലെങ്കിൽ ദളിതനും അങ്ങനെ RSSന് ലിംഗ പുരുഷ അല്ലെങ്കിൽ ജാതി വ്യത്യാസമൊന്നുമില്ല. ആര് കൊള്ളാവുന്നോ അവരെ അവരുടെ നേതാവായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു ഭരണഘടനയും അത്തരത്തിൽ വിശ്വാസം. അങ്ങനെ ഒരു പ്രസിഡന്റ് വരികയാണെങ്കിൽ മുന്നിലുള്ള വലിയ പ്രതിസന്ധിയില്ല. പല തിരഞ്ഞെടുപ്പുകളുണ്ട്. ഡൽഹി തിരഞ്ഞെടുപ്പുണ്ട്. ഡൽഹിയിൽ ഇപ്പോൾ തുടർച്ചയായി 2 തവണ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് BJP. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിക്ക് സ്വാധീനമുള്ള ബീഹാറിൽ ഇലക്ഷനുണ്ട്. പിന്നീട് 2 വർഷം കഴിയുമ്പോൾ അടുത്ത വർഷം കേരളത്തിൽ ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വരുന്നു. അതിൻ്റെ അടുത്ത വർഷം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റായ ഉത്തർപ്രദേശിലെ ഇലക്ഷൻ വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇനിയൊരു തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് പാർട്ടിയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? പ്രത്യേകിച്ച് 2024 ഇലക്ഷൻ ഉണ്ടല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ചെറിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടിയെല്ലാം മറികടന്ന് മാത്രമല്ലേ ഇനി വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജീകരിക്കാൻ കഴിയും? അതിന് പാർട്ടിയെ സജ്ജീകരിക്കാൻ അത്തരത്തിൽ വലുപ്പമുള്ള ആൾക്കാരെ ബാക്കിയുള്ള പാർട്ടിക്കകത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് തീരുമാനിക്കുന്നതാണല്ലോ BJPയുടെ ശൈലി. പിന്നെ RSS എന്ന് പറഞ്ഞാൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ശ്രീത്. അതിനകത്ത് RSSന് ആശങ്കയൊന്നുമില്ല. RSSൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. 100 കൊല്ലം കഴിയുമ്പോൾ അവർ ഇന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ അവർക്ക് മുന്നോട്ടുള്ള കാര്യത്തിനകത്ത് അവർക്ക് ലക്ഷ്യമുണ്ട്. അതുകൊണ്ടല്ലേ അവർ പറഞ്ഞത് നിങ്ങൾ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് മത്സരിക്കൂ. അങ്ങനെ അവർക്ക് ഓരോ ലക്ഷ്യമുണ്ട്. അവർക്ക് ആശങ്കയില്ല.
ആ ലക്ഷ്യത്തിലേക്കുള്ള പോക്കെന്നുള്ള വളരെ ദീർഘമായിട്ട് അവരുടെ ആലോചനകളും അവരുടെ പറച്ചിലും അവരുടെ നീക്കങ്ങളും നമ്മൾ വിചാരിക്കുന്ന നാളത്തേക്കുള്ളതല്ല, വളരെ ദീർഘനാളത്തേക്കുള്ളതാണ്. നാളത്തേക്കുള്ളതല്ല, വളരെ ദീർഘനാളത്തേക്കുള്ളതാണ്. 100 കൊല്ലം കഴിഞ്ഞ് ഇവിടെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ 25, അങ്ങനത്തെ ഒരു ഇതാണ് അത് പറയുന്നത്. അപ്പം അതേ രീതിയിൽ ആ കാര്യങ്ങൾ നീക്കുന്നത്. അപ്പം അവർ തീരുമാനിക്കുന്ന ഒരാളിൽ അവർക്ക് അവിശ്വാസമൊന്നുമില്ല, അല്ലെങ്കിൽ ആ ഏൽപ്പിക്കുന്ന ആൾ ചെയ്യുന്ന അതേ പ്രവൃത്തിയും അതേ മാനസികാവസ്ഥയിൽ അതിനകത്ത് എല്ലാ പ്രവൃത്തിയും മുന്നോട്ട് പോകുന്നേ. ഓരോരുത്തരെ അവരെ ഏൽപ്പിച്ച് വിടുകയാണ്. അതിൻ്റെ പുറകിൽ RSS നേതാക്കന്മാർ ഒരാൾ, നിങ്ങൾ RSSൻ്റെ ഓരോ നേതാക്കന്മാർ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനെ ഏൽപ്പിച്ച് വിട്ടതും അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിൻ്റെ പുറകിൽ എത്ര പേര് പോയിട്ടുണ്ടോ എന്നില്ല. ആ ചെയ്യുന്ന ആൾ പൊക്കോളും, അതേ അങ്ങ് ചെയ്തോളും. ബാക്കി അത് അവർക്കതിനകത്ത് ഈ അല്ലെങ്കിൽ അതിൻ്റെ കുറേ ടെൻഷൻസ് ഒന്നുമില്ല. കാരണം അവർക്കറിയാം അത് ചെയ്യാനും, അല്ലെങ്കിൽ അത്രയും സാന്നിധ്യമുണ്ട്. ഏത് പ്രതിസന്ധി, ഭക്ഷണമില്ലെങ്കിൽ ഭക്ഷണമില്ല, വസ്ത്രമില്ല, കിടക്കാൻ മാർഗമില്ല, കിടക്കാൻ, ആ രീതിയിൽ അവർക്ക് അതിനകത്ത് ആ രീതിയിലുള്ള മാനസികാവസ്ഥയുള്ളവരാണല്ലോ. അതവർ ചെയ്തോളൂമെന്നറിയാം. അപ്പോൾ ഈ തീരുമാനിക്കുന്ന ആൾ RSSനകത്ത് ഓരോ, മനസ്സിലായില്ല, RSS കൊണ്ടിരുന്ന ഓരോ നേതാക്കന്മാരെ നമ്മൾ പഠിക്കുമ്പം നമ്മൾ വിചാരിക്കും നേരത്തെ ഇരുന്ന ആളാണ് ഏറ്റവും വലിയ, പിന്നെ വരുന്ന ആളെ നോക്കുമ്പോൾ ഇതിനെക്കാട്ടി വലിയ ആളല്ലേ. ഓരോയിടത്തും RSS ചൂണ്ടിക്കാണിക്കുന്ന മുഖ്യമന്ത്രിമാരെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ പരസ്പരം ഒന്നിനപ്പുറം വലിയ ഒന്ന് വരുന്നേ. നമുക്കറിയാം, അതുവരെ അറിയാൻ പോലും പറ്റുന്നില്ല. അപ്പം അത്രയ്ക്ക് നേതാക്കന്മാരെ വാർത്തെടുക്കുന്നതിന് ആ സംഘടനയ്ക്ക് കഴിയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം അല്ല, സ്വന്തം താല്പര്യങ്ങളില്ല. അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന സ്വന്തം താല്പര്യം ഇല്ലാത്തവരാകുമ്പോൾ വിട്ടുവീഴ്ചയുടെ കാര്യമില്ല, അവരുടെ ലക്ഷ്യം മാത്രം മതി. അപ്പോൾ അത്തരത്തിലുള്ള നേതാവായിരിക്കും. ഈ പറയുന്ന കടമ്പകൾ കഴിഞ്ഞ ദിവസങ്ങളില്ല, ഇദ്ദേഹം വരുന്നതിന് മുമ്പ് ഏറ്റവും വലിയ കടമ്പയല്ലേ ഹരിയാന നടത്തിയത്, അതിനെക്കാട്ടി വലിയ കടമ്പയല്ലേ മഹാരാഷ്ട്രയെ നടത്തിയത്. അപ്പോൾ അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും, അതിനുവേണ്ടി അവർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് അതിൻ്റെ ഇടയ്ക്ക് അതങ്ങ് സംഭവിച്ചോളും. UP ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ, നമ്മൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. തുടർച്ചയായിട്ട് 2 വട്ടം ഭരണം വന്നില്ലേ. ആ 2 വട്ടം രണ്ടാമത് ഭരണം വരാൻ തീരുമാനം ആരാ? യോഗ്യ തീരുമാനിച്ച് അങ്ങോട്ട് കൊടുത്ത ആരെങ്കിലും ഉദ്ദേശിച്ച കാര്യമാണ്. ആ തീരുമാനം ശരിയാണെന്നല്ലേ നമുക്ക് മനസ്സിലായത്. വീണ്ടും അവർ തീരുമാനിച്ചോളും. അവരുടെ തീരുമാനങ്ങളൊക്കെ ശരിയാവാറുണ്ട്. കാരണം അതിനുള്ള അത്രയും ദീർഘവീക്ഷണത്തിൽ ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മാത്രവുമല്ല, അത് തീരുമാനം ശരിയാവെന്ന് പറഞ്ഞാൽ അവർ ഇടപെടുന്ന കാര്യത്തിൽ അത്രയും ആഴത്തിൽ ഇടപെടുന്നു. അതുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾ ശരിയാവുന്നു. അതിൻ്റെ പൾസെല്ലാം അവർക്കും അറിയാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ആശങ്കപ്പെടേണ്ട, നമുക്കേ ഉള്ള ആശങ്ക അവർക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.